സയൻസ് ഫിക്ഷൻ സിനിമകളിലും നോവലുകളിലൊക്കെ നമ്മൾ കാണുന്ന രീതിയിലുള്ള വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് മെഗാ പ്രൊജക്റ്റുകൾ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് കൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ട്. അത്തരത്തിലുള്ള ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കൺസ്ട്രക്ഷൻ പ്രൊജക്റ്റിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ദ ലൈൻ എന്ന് പറയുന്ന സൗദി അറേബ്യയിലെ ഒരു പ്രൊജക്റ്റ്. ദ ലൈൻ എന്ന് പറയുന്നത് 170 കിലോമീറ്റർ നീളത്തിലുള്ള ഒരു ലീനിയർ സിറ്റി ആണെന്ന് വേണമെങ്കിൽ പറയാം. ഈ ഒരു സിറ്റി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 200 മീറ്റർ വീതിയും അതേപോലെ തന്നെ 500 മീറ്റർ ഏതാണ്ട് ഈഫൽ ടവറിൻ്റെ അത്രയും ഉയരവും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാട് പ്രത്യേകതകൾ നിറഞ്ഞ ദ ലൈൻ എന്ന് പറയുന്ന പ്രൊജക്റ്റിലേക്ക് നമ്മൾ വരികയാണെന്നുണ്ടെങ്കിൽ ഇതിലെ ഏറ്റവും വലിയ സവിശേഷത എന്ന് പറയുന്നത് ഇതൊരു കാർബൺ ഫ്രീ ബിൽഡിംഗ് ഇൻഫ്രാസ്ട്രക്ചർ എന്നാണ് പറയുന്നത്. അതെന്താ അങ്ങനെ പറഞ്ഞെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഒരു കാർ ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. അതായത് ഈ ഒരു സിറ്റിയിൽ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റം മാത്രമേ വർക്ക് ചെയ്യുന്നുള്ളൂ. അപ്പോൾ അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യമാണ് അല്ലേ. അപ്പോൾ ഏത് രീതിയിലുള്ള പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റമാണ് ഉപയോഗിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഹൈ സ്പീഡ് ട്രാൻസ്മിഷനാണ് അവിടെ അവർ എന്ത് ചെയ്യാൻ പോകുന്നത്, ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പോകുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. അതായത് 20 മിനിറ്റ് കൊണ്ട് തന്നെ ഈ 170 കിലോമീറ്റർ ദൂരം എന്ത് ചെയ്യാൻ പറ്റും, കവർ ചെയ്യുന്ന രീതിയിൽ. അതേപോലെ തന്നെ ഈ ഒരു സിറ്റിയിൽ താമസിക്കുന്ന ഓരോ ആളുകൾക്കും എല്ലാ ഫെസിലിറ്റിയും 5 മിനിറ്റിനുള്ളിൽ ലഭിക്കുമെന്നാണ് ഈ ഒരു പ്രൊജക്റ്റ് പ്രപ്പോസ് ചെയ്ത സമയത്ത് പറഞ്ഞിട്ടുള്ളത്. എന്താണ് ഇതിന് പ്രത്യേകം നോക്കുകയാണെങ്കിൽ 5 മിനിറ്റിനുള്ളിൽ തന്നെ സ്കൂളുകൾ, അതേപോലെ തന്നെ ഹോസ്പിറ്റലുകൾ, ഷോപ്പിംഗ് മാളുകൾ, ഇവിടങ്ങളിലേക്കൊക്കെ ആക്സസ് ഉണ്ടാവും എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. 3 ലെയറായിട്ടാണ് ഈ ഒരു നിയോം പ്രൊജക്റ്റ് ഉള്ളത്. അപ്പോൾ അതിൽ ടോപ്പ് ലെയർ എന്ന് പറയുന്നത് അവിടെ മരങ്ങൾ, അതേപോലെ തന്നെ രസകരമായിട്ടുള്ള കാഴ്ചകളൊക്കെ ആയിരിക്കും, അവിടെ പാർക്കുകളൊക്കെ ആയിരിക്കും അവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നുണ്ടാവുക. രണ്ടാമത്തെ ലെയറിലാണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ്സുകളൊക്കെ വരുന്നുണ്ടാവുക. മൂന്നാമത്തെ ലെയറിലായി താഴ്ഭാഗത്തെ ലെയറിലായിരിക്കും ഈ ഒരു പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റം നിലനിൽക്കുന്നുണ്ടാവുക. അപ്പോൾ ഞാൻ നേരത്തെ ഈ ഒരു വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ നിങ്ങളെടുത്ത് പറഞ്ഞു ഇവിടെ ഒരു പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റം മാത്രമായിരിക്കും ഉണ്ടാവുക, ഇതൊരു കാർ ഫ്രീ ആയിട്ടുള്ള ഒരു പ്രൊജക്റ്റ് ആണെന്നുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഒരു സംശയമായിരിക്കും, അപ്പോൾ ഈ ഒരു പ്രൊജക്റ്റിൽ ഏതെങ്കിലും സാഹചര്യത്തിൽ ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റത്തിൽ എന്തെങ്കിലുമൊക്കെ ഒരു ഫെയിലിയർ സംഭവിക്കുകയാണെങ്കിൽ ആ ഒരു സിറ്റിയെ അത് വലിയ രീതിയിൽ എഫക്ട് ചെയ്യാൻ സാധ്യതയുണ്ടല്ലേ. അപ്പോൾ അതേപോലെ വളരെ ഒരുപാട് ചലഞ്ചസും ഡിഫിക്കൽട്ടീസും എന്ത് ചെയ്യുന്നുണ്ട് ഈ ഒരു പ്രൊജക്റ്റിൽ വരുന്നുണ്ട്. നിങ്ങൾ ഇതേപോലെ ഒരു സിറ്റിയിൽ താമസിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായം വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. അതേപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു പ്രശ്നത്തെക്കുറിച്ച്, അതായത് ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റത്തിൽ എന്തെങ്കിലും ഒരു ഫെയിലിയർ വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും അവരുദ്ദേശിക്കുന്ന ഓൾട്ടർനേറ്റീവ്സ് തുടങ്ങിയ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് ചെയ്യുക, വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതേപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മെഗാ പ്രൊജക്റ്റുകളെ കുറിച്ചുള്ള വിവരങ്ങൾ നിങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതും താഴെ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ അടുത്ത വീഡിയോസിൽ അത്തരം കാര്യങ്ങളൊക്കെ നോക്കുന്നതായിരിക്കും. സോ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസുകൾ ലഭിക്കുന്നതിന് വേണ്ടി നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഒന്ന് ഫോളോ ചെയ്യുക. അതേപോലെ തന്നെ നമ്മുടെ എൻട്രി എഞ്ചിനീയറിംഗ് ജോബ്സ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്തിട്ടുണ്ട്. സോ ആ വീഡിയോയുടെ ലിങ്ക് കൂടി നമ്മളിവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്.